സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ സുന്നത്ത് അംഗീകരിച്ചാണ് നിർവഹിക്കേണ്ടത്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന നമ്മള് പൂർണ്ണമായും ശുചീകരണം വരുത്തിയിട്ട് സഹോദരങ്ങളെ പിന്നീടതാ ഉളു എടുക്കാൻ വേണ്ടി പോകുന്നു. ഉളു എടുക്കാൻ പോകുമ്പോ അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് ഉളുവിന്റെ ദിക്റും ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയ ശേഷം നേരെ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യലാണ്. ഇപ്പോഴും എത്ര വാല് പറഞ്ഞു കൊടുത്താലും നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ എന്താ ചെയ്യാന്നറിയാം, മിസ്വാക്ക് ആദ്യം ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ച് പിന്നെ കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോരുത്തരും പരേ പോയി പറയേണ്ടി വരൂലേ ബിസ്മില്ലാ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തിരിയണ്ട, അങ്ങനെ തന്നെയല്ലേ ചെയ്യല്? എന്നാ നാളെ മുതൽ മാറ്റിക്കോ. ഇതാപ്പ നമ്മളെ ഇസ്ലാമിയത്ത് പറഞ്ഞ് ഇത്രയും കാലം നമ്മൾ കൊണ്ടെടുക്കുന്ന ഇസ്ലാമിത. ഇസ്ലാം എങ്ങനെയാണോ അനുഷ്ഠിക്കാൻ പറഞ്ഞ ആദാബുകൾ അങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നമുക്ക് തോന്നും പോലെയല്ല. ആളുകൾ ഇപ്പൊ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. മിസ്വാക്ക് ആദ്യം നല്ലോണം ചെയ്ത് ഒന്ന് മോക്ക് കൈകൊന്ന് മൂത്രച്ചെന്ന് പിന്നെ മിസ്വാക്ക് നല്ലോണം ചെയ്ത് പിന്നെ കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയല്ല മിസ്വാക്ക് ചെയ്യേണ്ടത്. മിസ്വാക്ക് ചെയ്യേണ്ട സ്ഥലവും സമയവും അതന്നെ. മുൻകൈ കഴുകിയ ശേഷമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അഊദും ബിസ്മിയും ചെയ്തിട്ട് മുൻകൈ കഴുകുക, ഉളുവോടുകൂടെ മിസ്വാക്ക്. മറ്റേത് നമുക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു മിസ്വാക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം അഊദും ബിസ്മിയും പിന്നെയുള്ള ഉളു തുടങ്ങുന്നത്. ഉളുവിന്റെ മിസ്വാക്ക് ആകണമെങ്കിൽ അത് മുൻകൈ കഴുകിയ ശേഷം വായിൽ വെള്ളം കൊപ്പിക്കുന്നതിന്റെ മുമ്പാണ് ഉളുവിന്റെ മിസ്വാക്ക്. ആ സമയത്ത് മിസ്വാക്ക് ചെയ്യുമ്പോ നീ രണ്ടും കരുതണം. ഉളുവിന്റെ മിസ്വാക്കാണെന്നും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കാണെന്നും രണ്ടും നിന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടണം. രണ്ടു കൂലിയും കിട്ടി. മറ്റേത് ആദ്യം മിസ്വാക്കാണ് ചെയ്തു വെച്ചു, നീ ഒന്നും കരുതിയിട്ടില്ല, പല്ല് വൃത്തിയായി, ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും നീയത്തുണ്ടെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് കിട്ടിയിട്ടുണ്ടാവും. അതില്ലേ, നാ മിസ്വാക്ക് ചെയ്തിട്ട് പല്ലുമത്ത അസ്പൃശ്യതകൾ നീങ്ങി പല്ലൊന്ന് റെഡിയായി, നാവും ഒന്ന് റെഡിയായി, പിന്നെ അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് പിന്നെ ഉളു എടുക്കാൻ പോകും. അതിലാണെങ്കിൽ മിസ്വാക്കൂല്ല. മിസ്വാക്കോട് കൂടെയുള്ള ഉളുവിനല്ലേ കൂടുതൽ മഹത്വമുള്ളത്. അതല്ലേ കാമിലായ ഉളു. അത് 24 മണിക്കൂറിൽ ഒരു ഉളുവെങ്കിലും അങ്ങനെ കിട്ടിക്കോട്ടെ. സാധാരണ നമുക്ക് മിസ്വാക്ക് കുറവല്ലേ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ടുള്ള മിസ്വാക്കെങ്കിലും അങ്ങനെ കിട്ടാൻ വേണ്ടി അഊദും ബിസ്മിയും 3 പ്രാവശ്യം ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്ത ശേഷം ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം ഇതൊക്കെ ഫാ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മഹാനവറുകൾ പറഞ്ഞു പിന്നെ ഗസ്ലുൽ കഫൈൻ, പിന്നെ ഗസ്ലുൽ കഫൈൻ 2 മുൻകൈ കൈകലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ഫസിവാകുൻ, മുൻകൈ 2 കഴുകിയ ശേഷം പിന്നെ മിസ്വാക്കാണ്. മിസ്വാക്ക് കഴിഞ്ഞിട്ട് വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുമാണ്. അങ്ങനെയാണ് ഉളു എടുക്കേണ്ടത്. അങ്ങനെ ഉളു എടുക്കുമ്പോ ഉളുവിലും മിസ്വാക്ക് വന്നു. മിസ്വാക്കോടുകൂടെയുള്ള ഉളുവിന് നിസ്കാരത്തിന് സഹോദരങ്ങളെ ശരിക്ക് മാറ്റം വരും. നിസ്കാരത്തിന് മാറ്റം വരണോ? നമ്മൾ നിർവഹിക്കുന്ന സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ അതിന്റെ മട്ടത്തിൽ തന്നെ നിർവഹിക്കണം. നിസ്കാരത്തിൽ അങ്ങനെയല്ലേ, സുന്നത്തുകൾക്ക് യാതൊരു കുറവും വരാൻ പാടില്ല. മുമ്പുള്ള സുന്നത്തുകളും ശേഷമുള്ള സുന്നത്തുകളും നല്ല ഭംഗിയാക്കി നിർവഹിക്കണം. അതേ ഫർളിന്റെ കൂടെയുള്ള സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു ഫർളായ വുളൂ, അതിന്റെ കൂടെ കുറെ സുന്നത്തുണ്ട്. ഫർളായ നിസ്കാരം, അതിന്റെ കൂടെ കുറെ സുന്നത്തുണ്ട്. അത് നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി പൂർണ്ണമാക്കി ചെയ്യണം. എന്തിന്? ഫബിഹാ തുകമ്മലു ഫറായിദുകും,
ആ സുന്നത്തുകളെ കൊണ്ടാണ് നിങ്ങളെ ഫർളുകൾക്ക് പൂർണ്ണത നൽകപ്പെടുന്നത്. ഈ സുന്നത്തുകളെ കൊണ്ടാണ് ഫർളുകൾക്ക് പൂർത്തീകരണം കിട്ടുന്നത്. അതുകൊണ്ട് സുന്നത്ത് കുറഞ്ഞു പോകാൻ പാടില്ല, അത് ചുരുക്കാൻ പാടില്ല. അത് പൂർണ്ണമായിട്ട് നല്ല വൃത്തിയായി ഭംഗിയായി നിർവഹിക്കണം. ശേഷം മുഖം കഴുകിയിട്ട് പിന്നെ കൈ കഴുകിയിട്ട് അങ്ങനെയാണ് ഉളു നിർവഹിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ വിഷയത്തിലും ഇസ്ലാമിയത്ത് സ്വീകരിക്കണം. ആരാധനകളിലും ചലന നിശ്ചലനങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതിലും സമ്പർക്കത്തിലും സൗഹൃദത്തിലും ഒക്കെ ഇസ്ലാമിയത്ത് സ്വീകരിക്കണം. പ്രധാനമായും പറയട്ടെ, മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലുകളിൽ